കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പൊന്നമ്മ, ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്, പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇതിനു മുൻപ് ഇത്തരത്തിൽ വന്യമൃഗ ശല്യത്തിന്റെ ഒരു സ്ഥലം തന്നെയാണോ? നാട്ടുകാരൊക്കെ വലിയ ഭീതിയിലായിരിക്കും അല്ലേ? ഈ സ്ഥലം ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. എന്നാൽ അടുത്ത് തന്നെയാണ് സൈലന്റ് വാലി ഉള്ളത്. ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. 2 വർഷം മുമ്പ് ഒരു കാട്ടുപന്നി ഉപദ്രവിച്ചിട്ട് ഒരാൾ മരിക്കുകയുണ്ടായി. കൂടെ പന്നികളുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്. കാട്ടുപോത്ത് ഉപദ്രവിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ കടുവ ഇറങ്ങിയെന്ന് പറയുന്ന വിവരങ്ങൾ അറിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്ന് ആണ് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ എല്ലാവരും ടെലിഫോണിലും എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. വാർഡ് ഗ്രൂപ്പുകളിലും അറിയിച്ചിട്ടുണ്ട്. ജനങ്ങള് ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ്. കാട്ടിൽ നിന്നിറങ്ങിയ കടുവ കാട്ടിലോട്ട് തിരിച്ചു പോകാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഉള്ളതെന്ന് പറയപ്പെടുന്നത്. നിലവിലിപ്പോൾ ഈ വനം വകുപ്പിന്റെ ഒരു തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയൊക്കെയാണ്? പല പ്രദേശങ്ങളിൽ തിരിഞ്ഞിട്ടാണോ ഇവര് അന്വേഷണം നടത്തുന്നത്? അവര് ഇങ്ങനെ കടുവ ഇറങ്ങിയല്ലേ അന്യമൃഗങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവര് അന്വേഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. അവരുടെ കോഡിപ്പ് അവിടെ ഉണ്ട്. താങ്കൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ളൊരു ഈ വന്യമൃഗ ശല്യത്തിന്റെ ഒരു വലിയ പ്രദേശം തന്നെയാണോ? അവിടുത്തെ നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു മലയോര ഗ്രാമപ്രദേശമാണ്. മലയുടെ സൈഡ് ആയതുകൊണ്ട് വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ട്, ധാരാളമുണ്ട്. സൈലന്റ് വാലി ഒക്കെ ആയിട്ട് അടുത്ത് തന്നെയാണ്. ബഫർ സോണിന്റെ പരിധിയിൽ തന്നെയാണ് നമ്മള്. വന്യമൃഗങ്ങളുണ്ട്, ആനയും ഇറങ്ങുന്നുണ്ട്, പന്നികൾ കൂടെ ശല്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കടുവ, പുലി ഇവയൊക്കെ നമ്മൾ കാത്തിട്ടുണ്ട്. എന്നാലും ഇതുവരെയായിട്ടും ജനങ്ങളുടെ ഉപദ്രവങ്ങൾ ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷം മുമ്പ് ഒരു അല്ലാതെ കാട്ടുപോത്ത് ഉപദ്രവിച്ചാണ് മരിച്ചത്. അടുത്ത സമയത്തൊന്നും മനുഷ്യർക്ക് ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.